ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂഡ് എന്ന മറാത്തി മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ തൻ്റെ മകനെ ഉറക്കി കിടത്തിക്കൊണ്ട് വീട്ടിലെ തുണിയെല്ലാം അലക്കാൻ വേണ്ടി പുഴക്കടവിലേക്ക് പോകുന്ന നമ്മുടെ നായികയായിട്ടുള്ള യമുനയെയാണ് കാണിക്കുന്നത്. തുണിയെല്ലാം അലക്കി കഴിഞ്ഞ സന്തോഷത്തിൽ അവൾ ആ പുഴയിൽ ചാടി നീന്തി ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങുന്നു. കുറെ നേരം നീന്തി ആസ്വദിച്ച ശേഷം നായിക ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ പുഴയിലുണ്ടായിരുന്ന ഒരു മരത്തടിയുടെ സൈഡിൽ ചെന്നിരിക്കുന്നു. എന്നാൽ ആ സമയം തൊട്ടപ്പുറത്ത് നിന്നും ഒരു സ്ത്രീയും പുരുഷനും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ അതെന്താണ് എന്നറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുന്നു. എന്നാൽ ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നത് തൻ്റെ ഭർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞ നായിക വളരെയധികം വിഷമത്തിൽ അവിടെ നിന്നും നേരെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് നായികയുടെ വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെയാണ് കാണിക്കുന്നത്. നായിക ഭർത്താവിനോട് രാവിലെ കുളിക്കടവിൽ വെച്ച് താൻ ഭർത്താവിനെയും ആ സ്ത്രീയെയും കൂടി ഒരുമിച്ച് കണ്ട കാര്യമെല്ലാം അയാളോട് ചോദിക്കുന്നു. എന്നാൽ ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന ഭർത്താവ് നായികയെയും മകനെയും ഉപദ്രവിച്ച ശേഷം അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് താൻ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ ചെന്ന് തനിക്ക് കിട്ടാനുള്ള പൈസയെ പറ്റിയെല്ലാം ചോദിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ മാനേജർ നായികയുടെ പൈസയെല്ലാം അവരുടെ ഭർത്താവ് നേരത്തെ കൈപ്പറ്റിയെന്നും അതുകൊണ്ട് ഇനി തരാനായി പേയ്മെന്റ് ഒന്നും പെൻഡിംഗ് ഇല്ല എന്ന് നായികയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നായിക തന്റെ ഭർത്താവിനെ വശീകരിച്ചുകൊണ്ട് പോയ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. നായിക ആ സ്ത്രീയുടെ വീടിന്റെ പുറത്ത് വെച്ച് ആൾക്കാരെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് ഒരു പ്രശ്നമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ സമയം നായികയുടെ ഭർത്താവ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നായികയുടെ മുഖത്ത് ആഞ്ഞു തുപ്പുന്നു. ഇത് നായികയ്ക്ക് വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. അവൾ ആ ദേഷ്യത്തിൽ തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ബോംബെയിലുള്ള തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നായികയുടെ ബന്ധുവിനെ നായിക അക്ക എന്നാണ് വിളിക്കുന്നത്. നായികയുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയ അക്ക നായികയോട് അവരോടൊപ്പം ആ വീട്ടിൽ താമസിച്ചു കൊള്ളാനെല്ലാം സമ്മതിക്കുന്നു. പുതിയ നാടായതുകൊണ്ട് അക്ക നായികയുടെ മകന് പുതിയ ഒരു സുഹൃത്തിനെയും ശരിയാക്കി കൊടുക്കുന്നു. നായിക പിറ്റേ ദിവസം മുതൽ ബോംബെയിലുള്ള എല്ലാ കടകളിലും ചെന്ന് ജോലിക്കുള്ള വേക്കൻസിയെ പറ്റിയെല്ലാം അന്വേഷിക്കുന്നു. എന്നാൽ നായിക എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് ഒരു ജോലി പോലും ശരിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായിക അക്കയുടെ ജോലി എന്താണ് എന്നെല്ലാം അറിയാൻ വേണ്ടി അവരറിയാതെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നു. കുറെ ദൂരം ചെന്ന ശേഷം അവർ ഒരു ആർട്സ് കോളേജിലേക്ക് കയറി പോകുന്നത് കണ്ട് നായികയ്ക്ക് അവർ അവിടുത്തെ സ്വീപ്പറാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. എന്നാൽ കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറിയ ഉടൻ തന്നെ അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ആ ക്ലാസ് മുറിയിലേക്ക് കയറി പോകുന്ന കാര്യമെല്ലാം നായിക നോട്ടീസ് ചെയ്യുന്നു. നായിക അതെന്തിനാണ് എന്നെല്ലാം അറിയാൻ വേണ്ടി ആരും കാണാതെ ആ ജനാലയിലൂടെ ആ ക്ലാസ് റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. റൂമിൽ അക്ക അത്രയും സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നത് കണ്ട് നായിക മൊത്തത്തിൽ ഷോക്കാവുന്നു. എന്നാൽ ഈ സമയം നായിക ജനാലയിലൂടെ നോക്കുന്നതെല്ലാം അക്ക നോട്ടീസ് ചെയ്യുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇതിനെപ്പറ്റിയുള്ള വിവരമെല്ലാം അക്കയോട് അന്വേഷിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ അക്ക താനിവിടെ ഒരുപാട് ജോലിക്കെല്ലാം ശ്രമിച്ചുവെന്നും എവിടെയും ജോലിയൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് താൻ ഈ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങിയത് എന്നുമെല്ലാം നായികയോട് പറയുന്നു. അക്ക നായികയോട് ആ കോളേജിൽ ഇപ്പോൾ ഒരു മോഡലിനെ കൂടി വേക്കൻസി ഉണ്ടെന്നും നായികയ്ക്ക് സമ്മതമാണെങ്കിൽ ആ ജോലി നായികയ്ക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കാമെന്ന് കൂടി അക്ക നായികയോട് പറയുന്നു. ആദ്യമൊന്നും നായിക ഇതിനു വേണ്ടി റെഡിയാവുന്നില്ലെങ്കിലും തൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ചെല്ലാം ഓർത്തുകൊണ്ട് അവസാനം അവൾ ഇതിനു വേണ്ടി സമ്മതിക്കുന്നു. കോളേജിൽ കുട്ടികളില്ലാത്ത സമയം സ്വീപ്പറായിട്ടും കുട്ടികളുള്ള സമയത്തെല്ലാം മോഡലുമായിട്ടാണ് നായികയുടെ ജോലി. ഇതുവഴി നായിക ഒരുപാട് പൈസയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കട്ട് ചെയ്ത് നായികയുടെ മകനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ചീത്ത കൂട്ടുകളിലെല്ലാം പെട്ടുകൊണ്ട് മിക്കപ്പോഴും ഡ്രഗ്സും അഡൾട്ട് മൂവീസ് എല്ലാം കണ്ടു നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായികയ്ക്ക് തൻ്റെ മകൻ്റെ ബുക്കിൽ നിന്നും തൻ്റെ മകൻ വരച്ച ഒരുപാട് ചിത്രങ്ങളെല്ലാം ലഭിക്കുന്നു. ഇത് കണ്ട നായികയ്ക്കും അക്കയ്ക്കും അവൻ ആർട്സ് കോളേജിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ആ നാട്ടിൽ നിന്നും പഠിക്കാനായി മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ആ ആർട്സ് കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജയറാമിനെയാണ് കാണിക്കുന്നത്. നായിക വർഷങ്ങളായി ആ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നായികയ്ക്കും ജയറാമിനും ഇടയിൽ വളരെ നല്ല സൗഹൃദമെല്ലാം ക്രിയേറ്റ് ആവുന്നു. അവൻ നായികയുടെ സാമ്പത്തിക പ്രശ്നമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രൈവറ്റായി ക്ലേ മോഡലിംഗ് എല്ലാം ചെയ്യുന്ന വ്യക്തികളുടെ വർക്കെല്ലാം നായികയ്ക്ക് കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ കോളേജിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘം കോളേജ് മുഴുവനും അടിച്ചു തകർക്കുന്നു. എന്നാൽ ഈ സമയം നായിക ചങ്കൂറ്റത്തോടെ അവർ നിലത്തിട്ടുകൊണ്ട് പോയ ആ പെയിന്റിങ്ങുകളെല്ലാം തിരിച്ച് ആ ചുമരിലെല്ലാം കൊണ്ട് തൂക്കുന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനെല്ലാം നായികയോട് വളരെയധികം ആരാധനയെല്ലാം തോന്നുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൂരെ സ്ഥലത്ത് പഠിക്കാൻ പോയ നായികയുടെ മകൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നായിക മകനോട് 2 വർഷം കൂടി കഴിഞ്ഞാൽ നിന്റെ പഠിത്തം മുഴുവനും കഴിയുകയില്ലേ എന്നുമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൻ നായികയോടും ഉപ്പയോടും കൂടി ദേഷ്യപ്പെട്ടുകൊണ്ട് താൻ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ
ചെയ്ത് ജയറാമിനോടൊപ്പം ബീച്ചിൽ നിൽക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായിക ജയറാമിനെ കോഫിയെല്ലാം മേടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ കോഫിയുമായി തിരിച്ചു വന്ന ജയറാമിന് അവിടെ എത്രയൊക്കെ തിരഞ്ഞിട്ടും നായികയെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൽ നിന്നും നായിക അവിടെ വെച്ച് സൂസൈഡ് ചെയ്തു എന്ന കാര്യമെല്ലാം വ്യക്തമാവുന്നു. അവിടെ കട്ട് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം ജോലിയെല്ലാം കഴിഞ്ഞു വരുന്ന നായികയുടെ മകനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൻ ആ കോളേജിൽ ഒരു ശില്പശാല നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ആ കോളേജിലേക്ക് കയറി ചെല്ലുന്നു. റൂമിൽ കയറി അവന് അവിടെ മുഴുവൻ തന്റെ അമ്മയുടെ ന്യൂഡായിട്ടുള്ള ചിത്രമെല്ലാം വരച്ചു വെച്ചിരിക്കുന്നത് കണ്ട് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു. അവൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജയറാമിന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.